IPO നിക്ഷേപങ്ങൾ ഇന്ന് സാധാരണക്കാർക്കിടയിൽ വളരെ ജനപ്രിയമാണ്. സാങ്കേതികവിദ്യ വളർന്നതോടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ IPOകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഉയർന്ന ലാഭസാധ്യതകൾക്കൊപ്പം ചില റിസ്കുകളും ഇതിലുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി ഫിനാൻഷ്യൽ അഡ്വൈസർ കൃഷ്ണദാസൻ സർ നൽകുന്നു. IPOയിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഹാർഡ് കോപ്പി അപ്ലിക്കേഷൻ പൂരിപ്പിച്ച് വേണം നിങ്ങൾ IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നെ അത് ഡെസ്ക്ടോപ്പ് വഴി ഓൺലൈനിൽ ചെയ്യാമെന്നായി. ഇന്ന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് പോലും വേണ്ട. നിങ്ങൾ ഇന്ന് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾ പലതരം ആപ്സ് ഉണ്ട്, പലതരം പോർട്ടൽസ് ഉണ്ട് മൊബൈൽ വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ പോർട്ടൽ വഴി നിങ്ങൾ ഏത് IPOയ്ക്കാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നോർമലി റീറ്റെയിലെ സംബന്ധിച്ചിടത്തോളം മിനിമം ലോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ. അതായത് മിനിമം ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും 15,000 രൂപയ്ക്ക് അടുപ്പിച്ചുള്ള വാല്യൂ വരുന്നതാണ് മിനിമം ലോട്ട്. സോ ആ മിനിമം ലോട്ടിനെ സെലക്ട് ചെയ്യുക. അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15,000 അടുപ്പിച്ചുള്ള വാല്യൂ നിങ്ങൾ UPI വഴി തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഇത് ബ്ലോക്ക് ചെയ്യുവാണ്, നിങ്ങൾ ഇപ്പോഴേ പേ ചെയ്യുന്നില്ല. ആസ്ബ എന്ന് പറയും, അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അതായത് ഈ അപ്ലിക്കേഷന് വേണ്ട അമൗണ്ട് എത്രയാണോ, മിനിമം ആണെങ്കിൽ മിനിമം തുക, അതിൽ കൂടുതൽ ലോട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനുള്ള തുക, അത് UPI വഴി തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറ്റും. ബ്ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ കാശ് അവരെടുക്കും. ഒരുപക്ഷെ നിങ്ങൾ 4 ലോട്ട് അപ്ലൈ ചെയ്തു, 1 ലോട്ടേ അലൊക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി 3 ലോട്ടിൻ്റെ പൈസ തിരിച്ച് കിട്ടിയേക്കും. ആ 1 ലോട്ടിൻ്റെ പൈസ മാത്രം അവരെടുത്തിട്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ അലൊക്കേറ്റ് ചെയ്ത് തരും. ലിസ്റ്റിംഗ് ഗെയിൻ ആണോ ദീർഘകാല നിക്ഷേപമാണോ നല്ലത്? ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനിയെയും നിങ്ങളുടെ ലക്ഷ്യത്തെയും ആശ്രയിച്ചിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഇക്കാര്യത്തെക്കുറിച്ചും സാർ വിശദീകരണം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് IPOയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റിങ്ങിലാണ് കൂടുതലും ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഈ കൂടുതലും ആൾക്കാർ ചെന്ന് ഇടിച്ചു കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 30-40% അതിൽ കൂടുതലോ ലിസ്റ്റിംഗ് ഗെയിൻസിന് സാധ്യത ഉള്ള IPOസിലാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നത് ലിസ്റ്റിംഗ് ഗെയിൻ, അതായത് ലിസ്റ്റ് ആവുന്ന ദിവസം തന്നെ ആ ഷെയറിൻ്റെ IPOയിൽ ഇഷ്യൂ പ്രൈസ് 100 ആയിരുന്നുവെങ്കിൽ 130-140 രൂപയ്ക്കോ ലിസ്റ്റിംഗ് ഗെയിൻസോടുകൂടി അത് ലിസ്റ്റ് ആകുമ്പോൾ അന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത കാശിനെ മൊത്തം, അതായത് ആ ഷെയർസിനെ മൊത്തം വിൽക്കുന്നതാണ് ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു പതിവായ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ 3 തരത്തിൽ ഇത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇത്രയും ഗെയിൻസ് മതി, ഒരുപക്ഷെ ഇത് ഇടിഞ്ഞേക്കാം, ഇത് മുകളിലോട്ട് പോയേക്കാം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധവല്ല. ഇത്രയും മതിയെന്ന് വെച്ചാൽ അന്ന് തന്നെ മൊത്തം വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ കമ്പനിക്ക് ഇനിയും ഷെയർ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് ലോങ് ടേം ബേസിസിൽ. പക്ഷേ അതിനെക്കുറിച്ച് അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു ചാൻസ് എടുക്കേണ്ടി വരും. ഇന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചേക്കുന്ന ഷെയർ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്ന ഷെയറിൻ്റെ പകുതി വിൽക്കുക. അതായത് നിങ്ങൾക്ക് അലക്കേറ്റ് ആയേക്കുന്നത് 100 ഷെയർ ആണെങ്കിൽ 50 മാത്രം വിൽക്കുക, പകുതി മാത്രം അന്നത്തെ ആ റേറ്റിൽ വിൽക്കുക, പകുതി മാത്രം ഹോൾഡ് ചെയ്യാം. ഇനിയും സേഫായിട്ടുള്ള ബെറ്റ് എടുക്കണോ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ട്, ആ 15,000 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയ അമൗണ്ട് ആണ് മിനിമം ലോട്ടാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ വാല്യൂ വർത്ത് ഓഫ് ഷെയർസിനെ മാത്രം അന്ന് ലിസ്റ്റിങ്ങിൻ്റെ ദിവസം വിൽക്കുക. പ്രോഫിറ്റായിട്ടുള്ള അമൗണ്ട്, അതിൽ നിങ്ങൾക്ക് യാതൊരു റിസ്ക്കും ഇല്ല, നിങ്ങൾ ഇട്ട കാശ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ പ്രോഫിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഷെയർസിനെ മാത്രം ഹോൾഡ് ചെയ്യുക. അത് മാർക്കറ്റിൻ്റെ കയറ്റ ഇറക്കങ്ങളനുസരിച്ച് അത് വർദ്ധിക്കും. പിന്നെ ഉറപ്പായിട്ടും നല്ല ലോങ് ടേം സ്കോപ്പുള്ള കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഒരു സീസൺഡ് ഇക്വിറ്റി ഇൻവെസ്റ്ററാണ്, ഇക്വിറ്റിയുടെ റിസ്ക് എല്ലാം അറിയാം, ഈ കമ്പനിക്ക് നല്ല ലോങ് ടേം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ലോങ് ടേമിന് ഹോൾഡ് ചെയ്യുന്നത് ആയിരിക്കും നിങ്ങൾ കോമ്പൗണ്ടിങ് ബേസിസിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിപൂർവമായ ഒരു സജഷൻ. നോർമലി IPOയുടെ ഡേറ്റ്സ് അടുപ്പിച്ചാവുമ്പോൾ, IPO ഓപ്പൺ ചെയ്യാനുള്ള സമയം അടുപ്പിച്ചാവുമ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം, അതായത് ആ മാർക്കറ്റിൽ ഈ പർട്ടിക്കുലർ ഇഷ്യൂ IPOയുടെ ദിവസം എത്ര പ്രീമിയമിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു യുഗത്തിൻ്റെ അനുസരിച്ച് നോർമലി ആ ഗ്രേ മാർക്കറ്റ് പ്രീമിയം പല പോർട്ടൽസിലും അവൈലബിൾ ആണ്. ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം പല സമയത്തും ഡിപ്പെൻഡബിൾ ആണ്. ഏതാണ്ട് അവർ ഒരു 70-80% ഒക്കെ ആ പ്രഡിക്ഷൻസ് കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത് ഭൂരിഭാഗം സമയത്ത്. പക്ഷേ ഒരു കാര്യം മാത്രം സൂക്ഷിക്കണം. ഇപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇന്ന് നമുക്കറിയുന്നു
നാളെ IPO അല്ലെങ്കിൽ ഇന്ന് IPO ഓപ്പൺ ആവുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ ആ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോഴത്തെ സെക്കൻഡറി മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ഒരു പക്ഷേ നാളെ മാർക്കറ്റിൽ ഒരു വലിയ മാറ്റം, ഗ്ലോബലി ഒരു വലിയ മാറ്റം, നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, അതായത് വെസ്റ്റ് ഏഷ്യ വാർ, US-ൻ്റെയും ഇറാൻ്റെയും വാർ, അതുപോലത്തെ ഒരു വാറ് പിറ്റേ ദിവസം വരെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ചിലപ്പോൾ ആ ഗ്രേ മാർക്കറ്റിൽ തന്നെ അതിൻ്റെ വാല്യൂ ഡ്രോപ്പ് ആവും. ഡ്രോപ്പ് ആയില്ലെങ്കിൽ പോലും അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രം ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ സമയങ്ങളിൽ മാത്രം സൂക്ഷിക്കണം. അല്ലാതെ വരുന്ന സമയത്തൊക്കെ ഇത് ഏതാണ്ട് 70% അല്ലെങ്കിൽ 80% അപ്രോക്സിമേറ്റ്ലി ഇത് കറക്റ്റായ ഫിഗർ ആണ്. ആ രീതിയിൽ നിങ്ങളത് വിശ്വസിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് മാറ്റങ്ങൾ നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം മാർക്കറ്റിൽ വരുവാണെങ്കിൽ താഴോട്ട് പർട്ടിക്കുലർലി ആ സമയത്ത് നിങ്ങൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിനെ സൂക്ഷിക്കണം. അതിനെ അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ. GMP മാത്രം നോക്കി അപ്ലൈ ചെയ്യാമോ? ഇങ്ങനെ ചെയ്താൽ നമ്മൾ കെണിയിലാകുമോ എന്നതും ഒരു നിക്ഷേപകന്റെ വലിയ ചോദ്യമാണ്. GMP മാത്രം നോക്കി അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. IPO നിക്ഷേപം വഴി ചെറിയ തുക കൊണ്ട് മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് സത്യമാണ്. എന്നാൽ വിപണിയിലെ ട്രെൻഡുകളോ GMPയോ മാത്രം കണ്ട് കണ്ണടച്ച് പണം നിക്ഷേപിക്കരുതെന്നും കൃഷ്ണദാസൻ സർ വിശദീകരിക്കുന്നു. SME IPOs, അതായത് ചെറിയ തുക മൊബിലൈസ് ചെയ്യുന്നത്, അതായത് 100 കോടി, ചിലപ്പോൾ 100 കോടിക്ക് താഴെ ഇങ്ങനത്തെ അമൗണ്ട് മൊബിലൈസ് ചെയ്യുന്ന ചെറുകിട കമ്പനികൾ ലിസ്റ്റ് ആവുന്നത് SME IPO വഴിയാണ്. അതും ഒരു സെപ്പറേറ്റ് സിസ്റ്റമാണ്. വലിയ വലിയ കമ്പനികളിലൊക്കെ വരുന്നത് മെയിൻ ബോർഡ് IPOയിലാണ്. അല്ലാത്ത ചെറിയ കമ്പനികളാണ് ഈ SME IPO വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. SME IPOയിൽ മിക്കവാറും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് 2 ലക്ഷം രൂപയായിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്ററിന്. ഏതാണ്ട് അതിൻ്റെ അടുപ്പിച്ച് റീറ്റെയിൽ കാറ്റഗറി നോർമൽ മെയിൻ ബോർഡ് IPOസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മിനിമം തുക വെറും 15,000 രൂപയാണ്. SME IPOയിൽ മിക്കവാറും ഇത് 2 ലക്ഷത്തിൻ്റെ അടുപ്പിച്ചായിരിക്കും മിനിമം എമൗണ്ട് തന്നെ. പിന്നെ SME IPOയെ സംബന്ധിച്ചിടത്തോളം മെയിൻ ബോർഡ് IPOയെക്കാളും വലിയ ലിസ്റ്റിംഗ് ഗെയിൻസ് വരാനുള്ള സാഹചര്യമുണ്ട്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പം 100%, 120% അതിൽ കൂടുതലൊക്കെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം തന്നെ കാണും. എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഗെയിൻസിൻ്റെ സാധ്യത കൂടുതലാണ്. പക്ഷേ അതനുസരിച്ച് തന്നെയാണ് അതിൻ്റെ റിസ്ക്കും. അതിൽ ഒരുപക്ഷെ ഒരു മെയിൻ ബോർഡ് IPO 10% ഇടിയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് 50% ഇടിഞ്ഞേക്കാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതലാണ്. ഓപ്പർച്യൂണിറ്റി റിട്ടേൺസ് എടുക്കാൻ സാധ്യത കൂടുതലാണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് അതിൻ്റെ റിസ്കിൻ്റെ പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ, വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റർ IPOയിൽ നിങ്ങളുടെ ഭാഗ്യം പരിശീലിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു IPO മെയിൻ ബോർഡ് IPO തന്നെയാണ്. SME IPOയിൽ പരിശീലിക്കാൻ പോയാൽ ചിലപ്പോൾ വലിയ രീതിക്ക് നിങ്ങൾക്ക് കോട്ടങ്ങൾ സംഭവിക്കാം, വലിയ ഡ്രോപ്പ് ഇൻ ക്യാപിറ്റൽ സംഭവിക്കാം. അതുകൊണ്ട് ചെറിയ ഇൻവെസ്റ്റേഴ്സ് കൂടുതലും മെയിൻ ബോർഡ് IPO വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അത് തന്നെയാണ് സേഫും.